ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങൾ എന്ത് ആഗ്രഹത്തോടെയാണോ കടന്നു വന്നത് അത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവഹിതമെങ്കിൽ കാലതാമസം ഉണ്ടാകാതെ പൂർണ്ണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കാം. ഓക്കെ, ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷനെ പ്രതി വ്യൂസിൻ്റെ കറണ്ട് ഫീലിങ്സ്. ആദ്യം വന്നിരിക്കുന്നത് 7 ഓഫ് സോഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ മറച്ച് പല കാര്യങ്ങളും ലൈഫിൽ കൊണ്ടുവന്നിരുന്നു. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഓപ്പണായി വന്നതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ഫേസ് ചെയ്യുന്നതിന് അവർക്ക് ഒരുപാട് നാണക്കേട്, റിഗ്രറ്റ് ഫീലാണ് ഈ ഒരു സമയം നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോട് എന്ത് ഫീലിങ്ങിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ അവർ നല്ല പിള്ള ചമഞ്ഞ് നിന്ന് കാണും, അവർ ഭയങ്കര ശുദ്ധനാണ് അല്ലെങ്കിൽ ശുദ്ധയാണ് എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച അവസ്ഥയിൽ നിങ്ങൾക്കതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് എന്നറിഞ്ഞതിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് നാണക്കേട് തോന്നുന്നുണ്ട്. നിങ്ങളെ ഫേസ് ചെയ്യുന്നതിനും നിങ്ങളോട് മിണ്ടുന്നതിനൊക്കെ അവർക്കിപ്പോൾ നാണക്കേടാണ്. അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല, അവരുടെ ഭാഗത്തെ കള്ളങ്ങളും ഇനി ആ ഫേസിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്നും അവർ അകന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡാണ്. ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ് തന്നെയാണ്. അവർ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വെയിറ്റിംഗ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയേറെ ശിക്ഷിച്ചിരുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, അവരുടെ ഭാഗം അത്രയും നീറ്റാണ്, അവർ ഇതുപോലെ ഒരു വ്യക്തി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെ ശിക്ഷിച്ച് നിങ്ങളുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും അവർ വലുതാക്കി ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റ് കുറ്റങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, അത് കാരണം അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത വിധം നാണക്കേടാണ് ഈ ഒരു സമയത്ത് അവർക്ക് ലഭിക്കുന്നത്, തോന്നുന്നത്. ടോറസ്, ജെമിനി, അക്യൂറസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇടവം, മിഥുനം, കുംഭം. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്തെങ്കിലും ചെറിയ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെയോ കോളിൻ്റെയോ ബേസിൽ നിങ്ങളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാക്കിയിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ ഈ പേഴ്സൺ. എന്നാൽ അതിനേക്കാളും ഇരട്ടി കള്ളങ്ങളും പ്രശ്നങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്തവണ്ണം തകർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നോക്ക്, അവർ വിവാഹം അല്ലെങ്കിൽ അവർ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കുന്ന വ്യക്തി ഇവിടെ വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തി അറിയാതെ ഇവിടെ ഒരു വ്യക്തി നിൽപ്പുണ്ട്. അപ്പോൾ ആ വ്യക്തി അറിയാതെ ആ വ്യക്തി നോക്കുന്നില്ല, കാണാതെ ഒളിപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് കടന്നു പോകുന്ന ഒരു പിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെ മറച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് വേറൊരു വ്യക്തിക്ക്. അവരുടെ കയ്യിൽ ബൊക്കയുണ്ട്, കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ബൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിവാഹമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു വിവാഹമല്ല എന്നുണ്ടെങ്കിൽ തന്നെയും പ്രണയം, കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ ഇടയിൽ ഉള്ളത്. അതിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തിയെയാണ് നിങ്ങളുടെ പേഴ്സൺ തട്ടിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി വന്ന് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങളുടെ പേഴ്സണും കൂടി സമ്മതത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ ചതിക്കുകയാണ്, രണ്ട് വ്യക്തികൾ ചേർന്ന് നിങ്ങളെ ചതിക്കുകയായിരുന്നു. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ് ചെയ്യാൻ വയ്യാത്ത വിധം നാണക്കേട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നിങ്ങളുടെ മുന്നിൽ ഇനി ഫേസ് ചെയ്യാൻ കഴിയില്ല, അത്രത്തോളം അപമാനം അവർ നേരിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ വലിയ സ്റ്റൈലും കാര്യങ്ങളും അല്ലെങ്കിൽ ഭയങ്കര വ്യക്തിയാണെന്നുള്ള രീതിയൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെ ഉപദേശിച്ച് നേരെയാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എത്രത്തോളം ഒരു ചതി കാണിച്ചിട്ട് അത്രത്തോളം സ്നേഹവും കാര്യങ്ങളും വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഇനി നിങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, അവരുടെ ഫേസ് ഇനി നിങ്ങൾക്ക് കാണാൻ
പറ്റരുത് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളിൽ നിന്ന് ഓടി മറയുകയാണ്. അവർക്ക് മാനഹാനി കൊണ്ട് നിങ്ങളിൽ നിന്ന് ഓടി മറയുകയാണ്. ചില കള്ളത്തരം കാണിച്ച വ്യക്തികൾ ഓടി മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓടി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ സാമ്പത്തികപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പിറകിലേട്ട് നിങ്ങളുടെ പേഴ്സൺ പോയി. ഓക്കെ, സാമ്പത്തികപരമായിട്ട് നിങ്ങളെക്കാളും കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള വ്യക്തിയുടെ പിറകെ പോയി. കുറച്ചുകൂടി അവരാണ് നിങ്ങളുടെ പേഴ്സണ് കുറച്ചുകൂടി മാച്ച് ആകുന്നത്. നിങ്ങളുടെ പേഴ്സണ് സ്റ്റാറ്റസ് ആയിട്ട് നല്ല സ്റ്റാറ്റസുള്ള ലൈഫാണ് വേണ്ടത്. അപ്പം അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച്, നിങ്ങളുടെ പേഴ്സൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഉള്ള വ്യക്തിയെ തന്നെ വേണം എന്ന് വിചാരിച്ച് കുറച്ചുകൂടി പണവും സൗകര്യവും ഉള്ള ഒരു വ്യക്തിയെ നോക്കി നിങ്ങളുടെ പേഴ്സൺ പോയി. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി ഒരു സിംഗിൾ പേരൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സിംഗിൾ പേരൻ്റ് ആകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് വെർഗോയാണ്, കന്നിമാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. അത് ബാലൻസിങ്ങിൽ പിന്നീട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നൊക്കെ അകന്നു പോയി ആ ഒരു റിലേഷനിലെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബാലൻസിങ്ങിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചു. ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള പെയിനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നു. അല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടാണെങ്കിലും സ്റ്റാറ്റസിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കുറച്ചുകൂടി നിങ്ങളെക്കാളും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തു. നിങ്ങളെ അവോയ്ഡ് ചെയ്ത് വേറൊരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നുപോയിട്ട് അവിടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തത്രപ്പാടിലായിരുന്നു. ആ സമയം ഹാർട്ട് ബ്രേക്കിൽ കൂടി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഒരുപാട് പെയിനായിരുന്നു, നിങ്ങൾക്കൊന്നും ബാലൻസിങ്ങിലാവുന്നില്ല. എത്രയൊക്കെ നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരുമിച്ച് പോകാൻ ശ്രമിക്കുമ്പോഴും പേഴ്സൺ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് കാരണം എന്ത് കാര്യത്തിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടും. റിലേഷനെ നേരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടും. നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറാകുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. അടുത്ത ദിവസം വീണ്ടും നിങ്ങളുടെ പേഴ്സൺ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളത് സോൾവ് ചെയ്യുന്നു. ഓക്കെ, ശരി, ഇനി ആവർത്തിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൂളായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നി. ഇതെന്താ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണല്ലോ റിലേഷൻഷിപ്പിൽ വരുന്നത്, എന്തെങ്കിലും ചില വാക്കുകളാണല്ലോ ഒരുപാട് മുറിവേൽപ്പിക്കുന്നത്. ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലേക്ക് ചാടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നതിനും കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കാരണം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണങ്ങൾ തേടിയായിരുന്നു പിന്നീട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിരന്തരമായി വന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലായിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങളിൽ നിന്ന് വഴക്കുകൾ ഉണ്ടാക്കുന്നതിന് ഓട്ടോമാറ്റിക്കലി രണ്ടുപേരും തീരുമാനിക്കണം, ഈ റിലേഷൻ എനിക്ക് ഇത്രയും സ്വസ്ഥതക്കേടാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ശരി നമുക്ക് ഈ റിലേഷൻ നിർത്താമെന്ന് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് പല പ്രാവശ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ബാലൻസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ബാലൻസ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ബാലൻസ് തകർക്കണം, നിങ്ങളുമായിട്ട് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് കടന്നു ചെല്ലണം, വാക്കുതർക്കം കൂടി വരണം. വാക്കുതർക്കങ്ങളെ കൂട്ടുന്നതിലും മിടുക്കരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. കാരണം ഒരുപാട് സംസാര ശേഷിയുള്ള വ്യക്തിയാകുമ്പോഴത്തേക്ക് വാക്കുതർക്കങ്ങളെ ഉണ്ടാക്കി ആ ഒരു സ്ഥലത്ത് നോർമലായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അടി പ്രശ്നം ഉണ്ടാക്കാൻ ചില വാക്കുകൾ കൊണ്ട് സാധിക്കും. അപ്പം ചില വാക്കുകൾ മനഃപൂർവ്വമായി നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ഇടുകയും ഇതൊന്നും അറിയാത്ത നിങ്ങൾ ആ വാക്കിൽ കയറി പിടിക്കുകയും ആ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇട്ടിരുന്ന ആ ഒരു കെണിയിൽ ആ ഒരു ചൂണ്ടയിൽ തന്നെ നിങ്ങൾ കൊത്തുകയും ചെയ്തു. ഓക്കെ,
കാരണം ഇവിടെ സ്പൈസീസ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഫിഷ് എങ്ങനെയാണോ നിങ്ങൾ മറ്റൊന്നും നിങ്ങൾ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സ്പൈസീസ് ആകുമ്പോൾ മീനൻ രാശിയാണ്. അപ്പം മീനൻ രാശിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അറിയത്തില്ല ആ ഒരു സമയത്ത് ചൂണ്ടയിൽ കൊരുത്തിട്ടിരിക്കുന്നത് ഭക്ഷണമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു, അത് ഭക്ഷണമാണെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വാക്ക് തർക്കം ഉണ്ടാക്കി ഈ റിലേഷനെ എന്നേക്കുമായിട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ ആ ചൂണ്ടയിൽ കൊരുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നം രൂക്ഷമാകുകയും നിങ്ങളുടെ ഇടയിലുള്ള ബാലൻസിങ് നഷ്ടപ്പെടുകയും നിങ്ങൾ പൊരിഞ്ഞ വഴക്കിലോട്ട് അകപ്പെടുകയും ചെയ്തു. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് അടിയും വഴക്കിലോട്ടും പോയി. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ പ്ലാനിങ് ആയിരുന്നു. ഓക്കെ, ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികൾക്ക് മാത്രമേ ഇത് റെസനേറ്റ് ആകുകയുള്ളൂ. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. റെസനേറ്റ് ആകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പം ഇതായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്. നിങ്ങൾ അപ്പം എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായി തുടങ്ങി. എന്താണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ? നിങ്ങൾ അറിയാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒളിപ്പിച്ച് വെച്ചിരുന്നു, രഹസ്യമാക്കി വെച്ചിരുന്നു. ചീറ്റിംഗ് ആണ്. 7 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചതിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ രഹസ്യമാക്കി വെച്ചിരുന്നു. ഓക്കെ, നിങ്ങളെ കഴിയും സാമ്പത്തികമായിട്ടും സൗന്ദര്യപരമായിട്ടും അല്ലെങ്കിൽ ജോലിപരമായിട്ടും സ്റ്റാറ്റസ് പരമായിട്ടും ഒരുപടി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട്ട് നിങ്ങളുടെ പേഴ്സണ് ആകർഷണമുണ്ടായപ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു നിങ്ങളെ കഴിയും ബെറ്ററായിട്ട് സെലക്ട് ചെയ്ത പേഴ്സൺ ചിലപ്പം ഒരു അബ്രോഡ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ള ഒരു പുറമേ പറയുമ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ജോലിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും നിങ്ങളെക്കഴിയും അവർ സ്റ്റാറ്റസ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ ഒരുപാട് വില കൊടുത്തുകൊണ്ടിരുന്നത്. സോഷ്യൽ പരമായിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹവും കെയറിങ്ങും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പിറകെ നടന്ന് അവരെ ശുശ്രൂഷിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും അവർക്ക് വാല്യൂ അല്ല. അവർ ഒരുപാട് വാല്യൂ കൽപ്പിച്ചിരുന്നത് എന്താണ്? ഈ ഒരുപാട് പണം, വലിയ വീട്, ഒരുപാട് സ്വത്തുക്കൾ, വലിയ ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വില കൊടുത്തിരുന്നത്. എന്നാൽ നിങ്ങൾ വില കൊടുത്തിരുന്നതോ ഇമോഷണൽ റിലേഷൻഷിപ്പിനായിരുന്നു നിങ്ങൾ ഒരുപാട് വില കൊടുത്തിരുന്നത്. അപ്പം ഇതായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അത് തന്നെയായിരുന്നു. അപ്പം നിങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പം ഈ റീഡിംഗ് എന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് തുടർന്ന് കാണാം. ഇല്ലാത്ത വ്യക്തികൾ ഇത് തുടർന്ന് കാണണമെന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എത്ര മെസ്സേജ് അയച്ചിട്ടും, പിന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ എത്രത്തോളം മെസ്സേജ് അയച്ചാലും കോൾ ചെയ്തിരുന്നാലും ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ ഇല്ലാത്ത രീതിയിൽ ഒരു മന്ദഗതിയിലായിരുന്നു നിങ്ങളുടെ റിലേഷൻ പിന്നെ ചലിച്ചിരുന്നത്. ഇവിടെ എർത്താണ് വന്നിരിക്കുന്നത്. വളരെ പതുക്കെ നിങ്ങളൊരു റിപ്ലൈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഇല്ല, നിങ്ങൾക്ക് കോള് വരുന്നത് വളരെ സ്ലോയിലാണ്, അല്ലെങ്കിൽ അതിന് വലിയ സംസാരങ്ങളില്ല. എങ്ങനെയെങ്കിലും കോൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തത്രപ്പാട് പെടുന്നത് പോലെ നിങ്ങൾ എത്രയൊക്കെ സംസാരിച്ചെന്നാലും റിപ്ലൈ അവർ തരുന്നില്ല. പേരിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുന്ന കോളുകൾ അവർ സ്വീകരിക്കുന്നു എന്നുള്ളതല്ലാതെ തിരിച്ച് നിങ്ങൾക്ക് മറുപടിയായിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ മാത്രമാണ് ആ ഒരു കോളിൽ തന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നതും ആ കോളിൽ സംസാരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങളിൽ മാത്രമായിരുന്നു. അപ്പുറത്തൊരു വ്യക്തി ഉണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാതെ ആ കോള് മെസ്സേജ് എല്ലാം ഒരു വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ എർത്താണ് വന്നിരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ പല പ്രാവശ്യവും സംശയവും കാര്യങ്ങളും വന്നു തുടങ്ങി. എന്ത് പറ്റി, ഈ റിലേഷൻ എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും സമയം നിങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു ആ ഒരു സമയത്ത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകുന്നതിന് കാരണമായി. നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി. ഓക്കെ, പൂർണ്ണമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോവുകയും നിങ്ങൾ ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ ആയി പോയി. ഓക്കെ, ഒരുപാട് പെയിൻ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ദ കിങ് ഓഫ് കപ്പ്. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 കപ്പാണ് വന്നിരിക്കുന്നത്, അല്ല 2 കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 2 കാർഡ് വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയുടെ അടുത്തോട്ട് പോയി. ഓക്കെ, തേർഡ് പാർട്ടിക്ക് ഓഫർ കൊടുത്തു.
പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ച് ആദ്യ സമയത്തൊക്കെ തേർഡ് പാർട്ടിയുടെ പിറകെ നടക്കുന്നതേ ഉള്ളായിരുന്നു. തേർഡ് പാർട്ടിയുടെ മനസ്സ് എന്തെന്ന് അറിഞ്ഞില്ല. അപ്പം തേർഡ് പാർട്ടിയിൽ നിന്ന് ഉപദേശങ്ങൾ വന്ന് പൂർണ്ണമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷനെ കട്ട് ചെയ്തിട്ട് വരിക എന്നുള്ള മെസ്സേജും കാര്യങ്ങളും തേർഡ് പാർട്ടി പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ആ കമ്മിറ്റ്മെൻറ്റിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. ഓക്കെ, പല കാര്യങ്ങളും കൊണ്ടുവന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബാലൻസിങ്ങിന് നിങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അത് വഴക്കുണ്ടാകും, വീണ്ടും ആ റിലേഷൻ ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ നിങ്ങൾ സഹിക്കേണ്ടതിൻ്റെ പരമാവധി സഹിച്ചും അത് ബാലൻസിങ്ങിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അതേ ഒരു വള്ളത്തിൽ രണ്ടുപേര് തുഴയുമ്പോൾ ഒരാൾ വള്ളം മുക്കുന്നതിന് വേണ്ടി തയ്യാറാകുകയും ഒരാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിനെ ലക്ഷ്യസ്ഥാനത്ത് കാണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുകയും അത് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കിടന്ന് തുഴയുകയാണ്. പക്ഷേ അതിലിരിക്കുന്ന വ്യക്തി ആ വള്ളത്തെ മുക്കണം, അതിൽ നിങ്ങളും എന്നേക്കുമായിട്ട് അവസാനിക്കണം, ആ റിലേഷൻഷിപ്പും അവസാനിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങളും മെനഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാലൻസ് തകർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തകർക്കുകയും അത് തേർഡ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ ഒരു റിലേഷൻ തകർത്തത് തന്നെ. നിങ്ങളുടെ തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് രണ്ട് റിലേഷനും കൂടി ഒരുപോലെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ വയ്യാതെ സിറ്റുവേഷനിലായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടിയെ അവർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി നിങ്ങളുമായിട്ട് പ്രശ്നമുണ്ടാക്കി നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ പതുക്കെ ഒഴിവാക്കി നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷനിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഓഫർ കൊടുത്തു. ഓക്കെ, തേർഡ് പാർട്ടിക്കാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ മെസ്സേജ് കോള് ഒന്നും നിങ്ങളുടെ പേഴ്സൺ സ്വീകരിച്ചില്ല. നിങ്ങൾ ഒരുപാട് ടെൻഷനിലേക്ക് കടന്നുപോയി. നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ മുഴുവനും മറ്റ് ഇമോഷണൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സന്തോഷത്തിനും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം, തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെ റിലേഷനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വാങ്ങിയെടുക്കാം എന്നുള്ള ചിന്തകളിലേക്ക് ബിസി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. എന്നാൽ നിങ്ങൾ വെച്ച് നീട്ടുന്നതായിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ കണ്ടിരുന്നില്ല. നിങ്ങൾ ആ ഒരു സമയത്ത് 8 ഓഫ് സോഡിൻ്റെ സിറ്റുവേഷനിലോട്ട് നിങ്ങൾ കടന്നു പോവുകയും നിങ്ങൾക്ക് ഈ റിലേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പോലും കഴിയാത്ത വിധം നിങ്ങളെ തന്നെ കെട്ടിയിടുന്ന അവസ്ഥയിൽ ആയി പോവുകയും ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഒരു ആക്ഷനും ഈ റിലേഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ഈ റിലേഷൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത വിധം അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തു. നിങ്ങളുടെ പേഴ്സൺ പല വിധത്തിലും നിങ്ങളെ മാനസികമായി തളർത്തി ഈ റിലേഷനിൽ നിന്നും നിങ്ങളെ ഒരു വാളാൽ ചുറ്റപ്പെട്ട ഒരു കോട്ടയിലാക്കി വെച്ചു. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റത്തില്ല, അല്ലെങ്കിൽ റിലേഷൻ എന്താണ് സംഭവിക്കുന്നതൊന്നും കാണാൻ കഴിയാതെ നിങ്ങളെ തകർത്ത അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ പിറകിൽ നിന്ന് കുത്തിയതിൻ്റെ കാരണം നിങ്ങൾക്ക് നടക്കാൻ പോലും കഴിയാൻ വയ്യാത്ത അവസ്ഥയിൽ എവിടെ തിരിഞ്ഞിരുന്നാലും വാളാണ്. അപ്പം അത്രത്തോളം പെയിനാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഓക്കെ, ഒരു ചതി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ് 10 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ് 10 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങൾ അവരോട് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരുന്ന സ്വപ്നങ്ങൾ, നിങ്ങളൊരു 10 ഓഫ് കപ്പിൻ്റെ ഒരു ഫാമിലി ആയിരുന്നു നിങ്ങൾ കണ്ടിരുന്നത്. അത്രത്തോളം സ്നേഹവും സന്തോഷവും ഉള്ള ഒരു കുഞ്ഞു ഫാമിലി ആയിരുന്നു നിങ്ങളുടെ സ്വപ്നം. പക്ഷേ ആ സ്വപ്നത്തിനെ എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഒരു കത്തിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിക്കളഞ്ഞ് ഒരുപാട് സൗന്ദര്യവും കാര്യങ്ങളും ഉണ്ടായിരുന്ന നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അബണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരുപാട് കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന നിങ്ങളെ ഉപേക്ഷിച്ചു. ഓക്കെ, അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സ്ഥാനത്തേക്ക് മാറിപ്പോയി. തേർഡ് പാർട്ടിയുടെ സാമ്പത്തിക സ്ഥിതി കണ്ടിട്ടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വലിയ വലിയ വീട് കണ്ടിട്ടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ജോലി കണ്ടിട്ടോ, ഗ്രോത്ത് കണ്ടിട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പെയിൻഫുൾ സിറ്റുവേഷനിലാക്കിയിട്ട് തേർഡ് പാർട്ടിയുമൊത്തുള്ള ഒരു ഫാമിലിയാണ് പിന്നീട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചത്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള
ഒരു ഫാമിലി ആഗ്രഹിച്ചു. ഓക്കെ, തേർഡ് പാർട്ടി വളരെ സൗന്ദര്യമുള്ളതായിട്ടും ഒരുപാട് ഗ്രോത്ത് ഉള്ള വീട്ടിലായിട്ടും അല്ലെങ്കിൽ ഒരു ഫാമിലി പരമായിട്ടും ഭയങ്കര സ്റ്റാൻഡേർഡുള്ള ഫാമിലിയാണ് എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ട് ആ ഒരു റിലേഷനെ എനിക്ക് എൻ്റെ ലൈഫിൽ മതി എന്നാക്കി തീർത്ത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ അകന്നു പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ, നിങ്ങൾ സഹിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള അനാവശ്യ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറഞ്ഞതിന് ശേഷം എന്താണ്ട് ഒരുപാട് കപ്പ്, ആ ഒരു കപ്പെല്ലാം നിങ്ങളുടെ പേഴ്സന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്, നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള കരുതലാണ്. അതെല്ലാം അവർക്ക് യാതൊരു വാല്യൂവും ഇല്ല. ഈ ഇമോഷണൽ പരമായിട്ടുള്ള ഒരു കാര്യത്തിനും വാല്യൂ ഇല്ല. അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾ എത്രത്തോളം സ്നേഹം കൊടുത്തിരുന്നാലും അവർ അതിന് ഒരു വാല്യൂവും തരത്തില്ല. അവർക്ക് വേണ്ടത് നാട്ടിലെ നിലയും വിലയും, അല്ലെങ്കിൽ നാണം കെട്ടിരുന്നാലും ശരി തന്നെ, എത്രത്തോളം നാണം കെട്ടിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പിടിച്ചു, നാടിൽ മൊത്തം നാണം കേടും, റിലേഷൻ എത്രയും പ്രശ്നമായി, അതൊന്നും നാണക്കേടൊന്നും അവർക്കൊരു പ്രശ്നമില്ല. അവരുടെ വിചാരം പണമുണ്ടെങ്കിൽ നാണക്കേടെല്ലാം മാറിക്കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഇമോഷണൽ പരമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇനിയിപ്പം ഫാമിലിയാണോ മക്കളാണോ ആര് പോയിരുന്നാലും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് വേണ്ടത് സ്റ്റാറ്റസ് ആണ്, അവർക്ക് വേണ്ടത് പണമാണ് എന്നുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് അവർ ഈ തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പ് വന്നത്? പിന്നെ അവരുടെ ലൈഫിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹം, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണെന്നും വെച്ച് അവർ ഒരുപാട് സ്നേഹം തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കൊടുത്തു. നിങ്ങൾക്ക് ആരംഭത്തിൽ തന്നതിൻ്റെ ഇരട്ടി കൊടുത്തു. കാരണം അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷ അവിടെ ഉണ്ടായിരിക്കും. സൗന്ദര്യത്തിൻ്റെ ആണെങ്കിലും ജോലിപരമായിട്ടാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ വലിയ കുടുംബത്തിൽ പിറന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള സന്തോഷം, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. ഓക്കെ, ഒന്നുകിൽ ഏതെങ്കിലും അവരുടെ കീഴിൽ ഒന്നിലധികം വ്യക്തികൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് ഒരു പൊസിഷൻ, ഒരു വലിയ ചെയറിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, അവരുടെ കീഴിൽ കുറച്ച് ആൾക്കാർ അവരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം കേട്ട് ജോലി ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം തേർഡ് പാർട്ടി. ഓക്കെ, അപ്പം തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നിട്ട് തേർഡ് പാർട്ടിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് എക്സ്പെൻസും ചെയ്ത് അവർ തേർഡ് പാർട്ടിയിലേക്ക് കടന്നുപോയി. ഓക്കെ, ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഇത്രയും പെയിൻ തന്ന് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇത്രയും പെയിൻ നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം ഇപ്പം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കറണ്ട് സിറ്റുവേഷനിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എന്താണ് പ്ലീസ്? ഓക്കെ, 4 ഓഫ് സോഡ്, കിങ് ഓഫ് സോഡ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. Please give me the 4 of swords. Thank you യൂണിവേഴ്സ്, താങ്ക് യു. എന്താണ് ഇപ്പം എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഡെത്ത്, ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, ഇപ്പം 4 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ, ഒരുപാട് കുറ്റബോധങ്ങൾ തോന്നുന്നു, ഒരുപാട് പെയിനാണ്, സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു. നിങ്ങളുടെ പേഴ്സണ് മാനസികാവസ്ഥയും എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ട അവസ്ഥ പോലെ, ഒരു കൂട്ടിൻ്റെ അകത്ത് എത്രത്തോളം, ഇത് മൊത്തം സോഡാണ്, ആ സോഡിൻ്റെ അകത്ത് ഇറക്കി വെച്ചതുപോലെ അവർക്ക് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ അവർ തളർന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, അവർക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. മറ്റ് ചില എന്തൊക്കെയോ നൂലുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ നൂലുകളാൽ കുരുക്കപ്പെടും. ഓക്കെ, ചില നൂലുകളാൽ അവരെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു സമയം.
ഓക്കെ, അവർക്ക് അനങ്ങാൻ വയ്യ, അവർക്ക് മാനസികമായിട്ടും തളർന്നിരിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിലും പേഴ്സൻ്റെ റിലേഷൻഷിപ്പ്, പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് സോഡ് വന്നിരിക്കുന്നത്? ഇപ്പം അവർക്ക് കാലം അനുകൂലം അല്ല. ഓക്കെ, അവരെന്തൊക്കെയാണോ ചെയ്തത് അവർ ചെയ്തു കൂട്ടി. ഇവിടെ 4 ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടുന്നത് ആ 4 ആൾക്കാർ ഇരുന്ന് ബുക്ക് വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ബുക്കുണ്ട്, വേണ്ട ഈ ഡ്രാഗൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ആൾക്കാരെല്ലാം ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാശികളാണ് ഇതെല്ലാം. ഓക്കെ, അതിങ്ങനെ ഇരുന്ന് എഴുതുകയാണ്. നമ്മുടെ സമയചക്രം ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണോ, നല്ലതാണോ ചെയ്തത് ചീത്തയാണോ ചെയ്തത് എഴുതിയിട്ട് അത് വായിച്ചതിന് ശേഷം ഇതിങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തൊക്കെയാണോ കാണിച്ചത് അതിൻ്റെ കണക്കാണ് ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെ ഏത് വിധം പെയിൻഫുൾ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളെ ചതിച്ചു പോയത് അതിൻ്റെ കണക്കുകൾ മൊത്തവും നിരത്തി വെക്കേണ്ടതായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. ആ കണക്കുകൾ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ സോഡിൻ്റെ എനർജിയിലോട്ട് പോയി. നിങ്ങളാണെങ്കിൽ പിന്നും പിടിച്ചു നിന്ന്, നിങ്ങളുടെ പേഴ്സൺ ഒട്ടും പിടിച്ചു നിൽക്കത്തില്ല. കാരണം അത്രത്തോളം ഭാരം അവരുടെ കയ്യിലുണ്ട്. അവർ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് അത് അനുഭവിക്കുന്നതിൻ്റെ പേടിയും അവർക്കുണ്ട്. ഓക്കെ, നിങ്ങളോട് ചെയ്ത തെറ്റിന് അവരനുഭവിക്കുമെന്നുള്ളൊരു പേടി കൂടി അവർക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോഡ്. അടുത്തത് സോഡുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ. ഇപ്പോൾ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് അനുകൂലമല്ല. ഓക്കെ, ഒരുപാട് പെയിൻ സിറ്റുവേഷൻ. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമില്ല. സന്തോഷമെല്ലാം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവർ മാനസികമായി തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അവരുടെ ജീവിതത്തിൽ ഇപ്പം ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി സന്തോഷം ലൈഫിലേക്ക് വരുമോ എന്ന് ചിന്തിക്കുമ്പോൾ തേർഡ് പാർട്ടിക്കുള്ളത് ഈ പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളോട് കാണിച്ചത് അതുപോലെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തിയല്ല. നിങ്ങളുടെ പേഴ്സണെ പോലെ തന്നെ അവർക്ക് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കും താല്പര്യമുള്ളത്. നിങ്ങളുടെ പേഴ്സണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇമോഷണൽ പരമായിരുന്നു. പക്ഷേ നിങ്ങളെ പേഴ്സൺ സെലക്ട് ചെയ്ത തേർഡ് പാർട്ടിക്ക് അതുപോലെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ വാല്യൂ ഇല്ല. ഓക്കെ, അവിടെ കൂടുതലായിട്ടുള്ള ദേഷ്യങ്ങളും പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ വരുന്നു. ആർക്കും കീഴ്പ്പെട്ട് ജീവിക്കാൻ തയ്യാറല്ല. ഇവിടെ നിങ്ങൾ കരഞ്ഞ് നിങ്ങളുടെ പേഴ്സൻ്റെ കാല് പിടിച്ചൊക്കെ ഒന്ന് പിണങ്ങി കഴിഞ്ഞാലും നിങ്ങൾ കരഞ്ഞ് കാല് പിടിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ പിറകോട്ട് കാല് പിടിച്ച് ചെല്ലുമെങ്കിലും തേർഡ് പാർട്ടി അങ്ങനെയല്ല. തേർഡ് പാർട്ടിക്ക് ഇടം വലം നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇമോഷണൽ പരമായിട്ടോ അല്ലെങ്കിൽ ഈ റിലേഷൻ നിലനിർത്തി കൊണ്ടുപോകണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ഈ റിലേഷൻ പോയാൽ അടുത്ത റിലേഷൻ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. ഓക്കെ, അടുത്തത് 9 ഓഫ് കപ്പ് എന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒരുപാട് സന്തോഷങ്ങൾ പ്രതീക്ഷിച്ച് പോയതാണ്. ന്യൂ ബിഗിനിങ് ലഭിക്കുമെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി പോയതാണ്. ഓക്കെ, ഇവിടെ അവർക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് മനസ്സിലായി ഇമോഷണൽ പരമായിട്ട് യാതൊന്നും അവിടെ ഇല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് യാതൊരു കാര്യത്തിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവിടെ ആഗ്രഹിച്ചു പോയ കാര്യങ്ങളൊന്നും അവിടെ കിട്ടിയില്ല. കപ്പിൻ്റെതായിട്ടുള്ള എനർജിയും ഇല്ല, എന്നാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജിയും ഇല്ല. ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിച്ചത്, ഒരു കുടുംബജീവിതമാണ് ആഗ്രഹിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു എന്ന് പറയുന്നത് അവരുടെ ഫുൾഫിൽമെൻ്റ് ആണെന്നും ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ചെന്ന് കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും ബ്രൈറ്റായി മാറുമെന്നും ഏറ്റവും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകുമെന്നും. സൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നമ്പർ 1 ആണ്. അപ്പം ഈ തേർഡ് പാർട്ടിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ജീവിതം സന്തോഷപൂർണ്ണമാകുമെന്നും സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ കിട്ടുമെന്നും സാമ്പത്തികമായിട്ടും ഉയർന്ന അവസ്ഥയിലൊക്കെ പോകുമെന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഒരു കുതിരയെ കാണാം. കാരണം അവർക്ക് വാഹനങ്ങളും അല്ലെങ്കിൽ വസ്ത്രങ്ങളും വാഹനങ്ങളും വളരെ സമ്പത്തുകളും ഒക്കെ അവരുടെ ലൈഫിലേക്ക് വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു. ജീവിതത്തിലേക്ക് വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കടന്നു ചെന്നത്. 9 ഓഫ് കപ്പുമായിട്ടാണ് ചെന്നത്. പക്ഷേ ലഭിച്ചതോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇമോഷണൽ പരമായിട്ട് യാതൊരു താല്പര്യങ്ങളും നിങ്ങളുടെ പേഴ്സണോട് കാണിക്കുന്നില്ല നിങ്ങളുടെ തേർഡ് പാർട്ടി. ഓക്കെ, 7 ഓഫ് പെൻഡിക്കിൾ എന്തുകൊണ്ട് വന്നെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചാരിയറ്റാണ്. നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്, ഒരുപാട് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കുമോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇനിയൊരു ജീവിതത്തിനുള്ള ചാൻസ് ഉണ്ടോ,
തേർഡ് പാർട്ടി എന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. 7 ഓഫ് പെൻറ്റിക്കിളാണ്. ഒരു ചെറിയ രീതിയിലൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത് ഇത് പൊൻവിട്ട് ഇടുന്ന താറാവാണ്, ഇതിൽ നിന്നെല്ലാം ലഭിക്കും എന്നുള്ള രീതിയിൽ ഓടിപ്പോയതാണ്. പക്ഷേ അവിടെ ഒന്നും ലഭിച്ചിരുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒരു യാത്രയിലാണ്. നിങ്ങളുടെ പേഴ്സൺ അവിടെ ചെന്ന് കപ്പിൻ്റെ എനർജി അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നീഡ്സ് വന്ന് നമുക്കിപ്പം സാമ്പത്തികം കൊണ്ട് മാത്രം നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കൂടി നമ്മുടെ ലൈഫിൽ വേണം. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് കൊടുത്തിരുന്നു. ഓക്കെ, സാമ്പത്തികമായിട്ടും കൊടുത്തിരുന്നു, ഇമോഷണൽ സപ്പോർട്ടും കൊടുത്തിരുന്നു. പക്ഷേ അവർക്ക് അതിൽ കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ച് മറ്റെന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടി അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓടുകയാണ്. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ വില കൊടുക്കുന്നത്. നിങ്ങളെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ തേർഡ് പാർട്ടി തയ്യാറല്ല. ഇപ്പോൾ അവിടെ എന്തായാലും ഇമോഷണൽ പരമായിട്ട് ഒരു കപ്പിൻ്റെ എനർജി കാണുന്നില്ല. എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും കപ്പിൻ്റെ എനർജി ഉള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ മാത്രമാണ് തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ ഒട്ടുമില്ല. ഓക്കെ, ഇവിടെ ഒരു ട്രാവലാണ് വീണ്ടും നടക്കുന്നത്. എന്ത് ട്രാവലാണെന്ന് നോക്കട്ടെ. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ വിദേശ യാത്ര പോകുന്നുണ്ട്, അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം. ഒരു യാത്രയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു സമയത്ത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു സമയത്ത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു യാത്ര കാണുന്നുണ്ട്. ആരുടെ യാത്രയാണെന്ന് അറിയുന്നില്ല. ഓക്കെ, ഒരു ജസ്റ്റിസ്, ഒരു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു യാത്ര. ഓക്കെ, വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ്. ഓക്കെ, എന്തെങ്കിലും വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്കോ ഉണ്ട്. ഓക്കെ, അതിനെ സംബന്ധിച്ച് ഒരു യാത്ര കാണിക്കുന്നുണ്ട്. ഒരു നീതിക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ് കാണുന്നത്. എന്തോ പ്ലാൻ നടക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൽ ഒരു കേസ് വഴക്ക് കാര്യങ്ങൾ നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു യാത്രയാണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു. നൈറ്റ് ഓഫ് വാൻസിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോൾ അവരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്പീഡിന് പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിനും ഗ്രോത്തും കാര്യങ്ങളൊക്കെ അവിടെ കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ഇപ്പോൾ ചെറുതായിട്ട് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പതുക്കെ മന്ദഗതിയിലായിട്ടുണ്ട്. എർത്താണ് വന്നിരിക്കുന്നത്, പേജ് ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, ഇപ്പോൾ അഫർമേഷനിലാണ് പോകുന്നത്. ഏതാണ് മുന്നോട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഹെർമിറ്റ് മോഡിലാണ്. ഒരുപാട് മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലാണ്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാമ്പത്തിക മെച്ചവും അവിടുന്ന് കിട്ടിയില്ല, തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയില്ല. മാനസികമായിട്ടുള്ള സപ്പോർട്ടും കിട്ടുന്നില്ല. ആകെ തളർന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹെർമിറ്റിൽ കൂടിയാണ് പോകുന്നത്. തേർഡ് പാർട്ടി ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണെ വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോകാൻ. നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സണോടും തേർഡ് പാർട്ടി പറഞ്ഞിരിക്കുന്നു ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ച്, ഈ റിലേഷനെ വിട്ടു പോകുന്നതിനെക്കുറിച്ചോ മറ്റോ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തേർഡ് പാർട്ടി വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി വിട്ടു പോകുന്നു. നിങ്ങളായിരുന്നു നേരത്തെ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സണാണ് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, സമയം ആർക്കും സ്വന്തമല്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഓരോ കണക്കുകൾ ഇവിടെ ഇരുന്ന് എഴുതാൻ ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് കിട്ടും, മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം കിട്ടും. ഇപ്പം നിങ്ങളോട് കാണിച്ചതിന് നിങ്ങളുടെ പേഴ്സണ് ഒരുപാടായിട്ടുള്ള പെയിൻ അനുഭവിക്കുകയാണ്. അപമാന ഭാരങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, റിലേഷൻ ഡെത്തായി കഴിഞ്ഞു. മിക്ക വ്യക്തികളുടെയും റിലേഷൻ ഡെത്തായി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്ന ഡെത്താണ്. മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഡെത്ത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സ്വന്തം സോളിനെ അന്വേഷിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു റിലേഷനെ തിരഞ്ഞെടുത്തത്, ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു ഏറ്റവും വലിയ തെറ്റായിപ്പോയി ഒരു അട്രാക്ഷൻ, ശാരീരികമായ അട്രാക്ഷൻ കൊണ്ട് തേർഡ് പാർട്ടി ശാരീരിക നീഡ്സിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്തത്. തേർഡ് പാർട്ടിക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ശാരീരിക നീഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്തത്.
ഓക്കെ. അതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയായിരുന്നു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തതുപോലെ അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പണത്തിന് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുക്കുകയും പിന്നെ അല്ലെങ്കിൽ ശാരീരിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി മാത്രമായിരുന്നു നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. റിലേഷനെ ഡെത്ത് ആക്കിയിരിക്കുന്നു. ഒരു ഡെവിൾ ആയിരുന്നു എന്നും നിങ്ങളുടെ റിലേഷനെ തകർക്കാൻ വന്നതാണെന്നും ഒക്കെ മനസ്സിലായിരിക്കുന്നു. ഓക്കെ. അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എനർജിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡെത്ത് ചില വ്യക്തികൾക്ക് ഇത് കഴിഞ്ഞ് കാണും, ചില വ്യക്തികൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരിക്കാം. ഓക്കെ. എത്രയും പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഈ ഒരു സമയത്ത് സന്തോഷത്തോടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ കർമ്മ വന്നിട്ടില്ല, അവരുടെ കർമ്മ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും സമയമുണ്ട്. കാലചക്രം കറങ്ങി വരുന്നത് പോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഒരു ബ്രേക്കപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം എടുത്തതുപോലെ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്ത് അത് ബ്രേക്കപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടും ഒരു സമയമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്രേക്കപ്പ് ആയതിനു ശേഷമുള്ള കറണ്ട് സിറ്റുവേഷനാണ്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ആരോടെയാണ് ആ ന്യൂ ബിഗിനിങ് നോക്കട്ടെ. അവിടുന്ന് ചാടി ഉടനെ ന്യൂ ബിഗിനിങ്. ഓക്കെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിച്ച പേഴ്സണാണ്. ചില വ്യക്തികൾക്ക് ചിലപ്പം ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. അവരനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അനുഭവിച്ചിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ അവർ അവിടെ സന്തോഷിക്കട്ടെ. ഓക്കെ. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് നിങ്ങളെ 7 ഓഫ് സോഡ് ചതിച്ചിട്ട് വന്ന വ്യക്തികളോടത്ത്. ഓക്കെ. കപ്പ് 8 ഓഫ് കപ്പ്. അപ്പം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫിനിഷ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സത്യാവസ്ഥ മനസ്സിലാക്കിയവർ ഇനി പേഴ്സൺമാർ അത് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരാനിരിക്കുന്നുണ്ട്. പിറകെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം മുമ്പേ നിന്ന ആൾക്കാരുടെ കാര്യമാണ് ഇപ്പോൾ നോക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. അവരിപ്പം മറ്റേത് നിർത്തിയിട്ട് പുതിയത് തുടങ്ങാൻ പോകുന്നു. പുതിയത് തുടങ്ങുന്ന ആരോടെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് 7 ഓഫ് സോഡ്. ചതിച്ചിട്ട് വന്ന വ്യക്തികളോടാണ് വീണ്ടും വരുന്നത്. അവർക്കറിയാം നിങ്ങളവിടെ കാത്തിരിപ്പുണ്ടെന്ന്. ഓക്കെ. 8 ഓഫ് കപ്പ്. നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിരുന്നാലും ശരി തന്നെ നിങ്ങളുടെ ആ ഒരു പുറകെ ഒരു കപ്പ് വെച്ചിട്ടുണ്ട്. എന്തായാലും പുറകെ ഇരിക്കുന്ന കപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ചില വ്യക്തികൾ കാത്തിരിക്കുക തന്നെയാണ്. ചില വ്യക്തികൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ മറ്റു ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നത്. ഓക്കെ. നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ മറച്ച് ചതിച്ച് ഒളിച്ച് വെച്ചിരുന്ന വ്യക്തിയിലോട്ടാണ് ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത്. അത് നിങ്ങളോടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു വെച്ചിരുന്നത്. ഓക്കെ. അപ്പം നിങ്ങളുടെ പേഴ്സൺ ന്യൂ ബിഗിനിങ് നിങ്ങളോടാണ്. അപ്പം നിങ്ങൾക്ക് 2 വ്യക്തികളുടെ അടുത്താണ് ഞാനിപ്പോൾ ഒരു കാർഡ് എടുക്കുന്നത്. ഇതിൽ മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കുന്നുണ്ട്. അല്ല പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കാർഡ് എടുക്കുന്നുണ്ട്. പ്ലീസ് കേട്ട് മി മദർ യൂണിവേഴ്സ്. മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി എൻ്റെ വ്യൂസിൽ മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ ഈ റിലേഷൻഷിപ്പ് സ്വീകരിക്കുമോ? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇല്ല. മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ ഈ റിലേഷൻ സ്വീകരിക്കത്തില്ല. ഓക്കെ. ഓഫറുമായിട്ട് വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ ഓഫറുമായിട്ട് വരും. പക്ഷേ മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ ആ മുഖം കണ്ടാൽ അറിയാം ഇനി ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ആ ഏരിയയിൽ അടുപ്പിക്കത്തില്ലെന്ന്. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിൽ പോലും വരണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എങ്കിലും പേഴ്സണ് വരുന്ന കർമ്മ എന്തെന്ന് നിങ്ങൾക്ക് അറിയണം. നിങ്ങളോട് ഈ ചതി ചെയ്തിട്ട് പോയെങ്കിലും ആ കർമ്മ എന്ത് എന്ന് നിങ്ങൾക്കറിയണം. അല്ലാതെ പേഴ്സൺ ഒന്നും ഇനി ലൈഫിൽ വരണ്ട. അവർ ഇങ്ങനെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ശിക്ഷയുമില്ലേ? ഇത്രത്തോളം സത്യസന്ധമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടും അവർക്കൊരു ശിക്ഷയുമില്ലേ എന്ന് ചോദിച്ച് നിന്നിട്ട് ഈ വീഡിയോ കാണുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഓഫറുമായിട്ട് വന്നാൽ നിങ്ങൾ അവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യും. നിങ്ങൾ അവർക്ക് ഒരു ഇതും കൊടുക്കത്തില്ല. 8 ഓഫ് സോഡിൻ്റെ സിറ്റുവേഷനിലേക്ക് അവരെ തള്ളിവിടും. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കില്ല. ഓക്കെ. നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തേക്ക് നിങ്ങളുടെ ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ പേഴ്സണ് ഒരവസരവും നിങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങളുടെ പേഴ്സൺ ആ ബേർഡനിൽ തന്നെ നിൽക്കും. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യും. ഓക്കെ. ഇനി നിങ്ങളുടെ പേഴ്സണ് വേണ്ടി കാത്തിരിക്കുന്നത്, ഇനി പേഴ്സൺ ഇനി എന്തൊക്കെ തെറ്റ് ചെയ്തിരുന്നാലും എനിക്ക് എൻ്റെ പേഴ്സൺ വരണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്.
ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേഴ്സൺ തിരിച്ചു വന്നാൽ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പേഴ്സൺ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ നിൽക്കുന്ന വ്യക്തികളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്. മൈൻഡ് എന്താണ്? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഇനി എത്ര നാൾ വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ ചെയ്തിട്ട് വന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, നിങ്ങൾ കാത്തിരിക്കും, വർക്ക് ചെയ്യും. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, നിങ്ങൾ മറ്റാരെക്കാളും ജീവിതത്തിൽ മറ്റാരെക്കാളും പ്രാധാന്യം നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് സ്നേഹവും കെയറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണോ കൊടുത്തുകൊണ്ടിരുന്നത് അതിലും ഉപരിയായിട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ ഇനി പേഴ്സൺ ഇനി എന്തൊക്കെ കാണിച്ചിരുന്നാലും 10 തേർഡ് പാർട്ടിയിലൂടെ പോയിട്ട് വന്നിരുന്നാലും നിങ്ങൾക്ക് പ്രാധാന്യം നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. ഓക്കെ, വീണ്ടും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്നേഹം കൊടുക്കും നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, ഒന്നിനും ഒരു മുട്ടും വരുത്തത്തില്ല. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണമെന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എത്ര ക്രൂരനായിരുന്നാലും എത്ര ഇതാണെങ്കിലും നിങ്ങളത് സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു മതി. നിങ്ങളുടെ പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തുണ്ടായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്തതിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് 2 പേരെടുത്തും വരും. ഓക്കെ, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ അടുപ്പിക്കത്തില്ല, അടിച്ചോട്ടിക്കും. ഓക്കെ, അല്ല നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന വ്യക്തികൾ ആ റിലേഷന് വേണ്ടി ഇനിയും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പേഴ്സൺ വന്നു കഴിഞ്ഞാൽ എന്താണോ സ്നേഹവും കെയറിങ്ങും എല്ലാം കൊടുത്തതുപോലെ തന്നെ വീണ്ടും അതിന് ഇരട്ടിയായിട്ട് തന്നെ കൊടുക്കാൻ മനസ്സോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഏറ്റവും നല്ല റീഡിങ് തന്നാൽ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ഈ റീഡിങ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.